കുട്ടികൾ പഠിച്ചു. ഒരാൾ മാതാപിതാക്കന്മാരുടെയും അതുപോലെ തന്നെ അധ്യാപകരുടെയും നിർബന്ധത്തിന് വഴി എങ്ങനെ മാർക്ക് വാങ്ങിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി കുറുക്കുവഴികൾ കണ്ടെത്തി അവൻ അങ്ങനെ പഠിച്ചു. പക്ഷെ അവൻ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ കഴിഞ്ഞില്ല. രണ്ടാമത്തവൻ പഠിച്ചു, അതായത് പഠനം എന്റെ ഉത്തരവാദിത്വമാണെന്ന് മാത്രമല്ല, ഈ പഠനം കൊണ്ട് എങ്ങനെയെങ്കിലും ഭാവി കരുപിടിപ്പിക്കണമെന്ന ലക്ഷ്യത്തോടെ അവൻ പഠിച്ചു. അവൻ ലക്ഷ്യത്തിൽ എത്തുവാനിടയായി തീർന്നു. മാത്രമല്ല, ബഹുമതികളും സ്ഥാനമാനങ്ങളും അവനെ തേടിയെത്തുവാനും ഇടയായി. ചില മാതാപിതാക്കന്മാരും അധ്യാപകരും ഇങ്ങനെയാണ്. കൂടുതൽ മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളെ ശാസിക്കുന്നു, അവരെ തല്ലുന്നു, അവരെ ഭീഷണിപ്പെടുത്തുന്നു, അവരെ അപമാനിക്കുന്നു. നിങ്ങൾ പല തന്ത്രങ്ങളും അവർ പയറ്റാറുണ്ട്. ഈ കാര്യങ്ങളെല്ലാം കൊണ്ട് കുട്ടികൾക്ക് പഠനം വലിയൊരു ഭാരമായി തീരുകയും അവർ പല കുറുക്കു വഴികൾ കണ്ടെത്തുവാനും ഇടയായി തീരും. അത് പാടെ ഉപേക്ഷിക്കേണ്ടത് ആവശ്യമാണ്. വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെയാണ് പറയുന്നത്: നിന്റെ കൈക്ക് കിട്ടുന്ന പ്രവൃത്തി ഒക്കെയും നിശക്തിയോടെ ചെയ്യുക. സഭാപ്രസംഗം 9:10 വാക്യം. കാരണം പറഞ്ഞിരിക്കുന്നത് എല്ലാ പ്രയത്നത്തിനും ലാഭം വരും. സദൃശ്യവാക്യം 23 വാക്യം എന്ന് പറഞ്ഞാൽ അവസരങ്ങൾ പാഴാക്കാതിരിക്കുക, ഭാവി പ്രയോജനപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ പഠിക്കുക. ഈ ചാനൽ ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക.